ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെ ദാസിനെയാണ് കേട്ടോ. അപ്പം ദാസ് കടയിൽ വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, TV അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണം, നീ എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് തരുന്നതായിട്ട് കണ്ടാലും മതി എന്ന് പറഞ്ഞു. ആദ്യം ഇത് ശ്രുതി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോഴേക്കും ദാസ് ഭീഷണിപ്പെടുത്തുകയാണ്. ദാസ് പറഞ്ഞു, എനിക്കിത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ കല്യാണി അറിയാലോ, നീ കല്യാണിയാണെന്നും അതുപോലെ നിനക്കൊരു കുഞ്ഞുണ്ടെന്നും നിൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ഒക്കെ അവൻ തിരിച്ചറിയും. പിന്നെ നിൻ്റെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ നീ ഇങ്ങ് തന്നേരെ, എങ്കിൽ പിന്നെ ശല്യമില്ലല്ലോ, എന്നെക്കൊണ്ട് പിന്നെ ശല്യമേ ഉണ്ടാവില്ല. നീ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും TVയും AC ഒക്കെ ഇങ്ങ് താ, ഞാൻ കൊണ്ടുപോട്ടെ. ഞാൻ പറഞ്ഞില്ല എൻ്റെ വിവാഹമാണെന്ന്. അപ്പോൾ പുതിയൊരു വീടെടുക്കണം, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഏതായാലും നിൻ്റെ കടയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, നീ വെറുതെ തരണ്ട, നിൻ്റെ ഗിഫ്റ്റായിട്ട് ഞാനങ്ങ് കണ്ടോളാമെന്നും പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് അത് സമ്മതിക്കേണ്ടി വരികയാണ് കേട്ടോ. ശ്രുതി അങ്ങനെ സമ്മതിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, നിർത്ത്, നിങ്ങളുടെ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഇത്രയും കള്ളത്തരമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ 7 പണ്ടേ ഞാൻ നിങ്ങളെ ഇപ്പം ഈ ഭീഷണിപ്പെടുത്തലിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ചിട്ട് ഞാൻ സത്യങ്ങളൊക്കെ ശ്രുതിയോട് തുറന്നു പറഞ്ഞേനെ. പക്ഷേ എൻ്റെ ജീവിതം അതെനിക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ദാസ് പറഞ്ഞു, അങ്ങനെ വഴിക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദാസ് അവിടെയുള്ള വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും TVയും എല്ലാ സാധനവും വണ്ടിയിൽ കയറ്റി എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ. ശ്രുതി ആണെങ്കിൽ 8ന്റെ പണി കിട്ടിയ പോലെ നിൽക്കുന്നത്. അറിയാമല്ലോ, ശ്രുതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നു. ഏതായാലും ഈ ഒരു സമയത്ത് തന്നെയാണ് ക്ലയൻസിനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി തിരിച്ച് കടയിലേക്ക് വരുന്നത്. കടയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വലിയ പിക്കപ്പ് നിറയെ സാധനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അയ്യോ, ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി ഓർക്കുന്നു, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കച്ചവടമായില്ലേ. ഇത് കണ്ട ഉടനെ തന്നെ ശ്രുതി ഓടിക്കേറി വന്നു കേട്ടോ. ഓടിക്കേറി വന്നിട്ട് സ്റ്റാഫിനോട് ചോദിച്ചു, ഇതെന്താ കുറേ സാധനങ്ങൾ പോയെന്ന് തോന്നുന്നല്ലോ. അതെ സാർ, കുറേ സാധനങ്ങൾ ഇപ്പോൾ ഒരാൾ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 3-4 ഐറ്റംസ് ഉണ്ട്. ഒരു 2-2.5 ലക്ഷം രൂപയുടെ മുതൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി എന്ത് ചെയ്തു, ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട്, അയ്യോ ശ്രുതി, ഞാൻ പോയ സമയം കൊണ്ട് ഇവിടെ കച്ചവടം നടന്നല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് പരിങ്ങിയ രീതിയിൽ അതേ ശ്രുതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, നേരെ അവിടെ പൈസ ഇടുന്ന ആ ഒരു ഡ്രോമേഴ്സ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് പൈസ കാണുന്നില്ല. അയ്യോ, 2-2.5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ട് ഇതിനകത്ത് പൈസയൊന്നും കാണുന്നില്ലല്ലോ. ഓ, ഗൂഗിൾ പേ ആയിരിക്കും അല്ലേ, ഞാൻ നോക്കട്ടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നേരെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും മെസ്സേജ് വന്നിട്ടില്ല. ശ്രുതിക്ക് ദേഷ്യം വന്നിട്ടോ. ശ്രുതി ചോദിച്ചു, ഇതെന്താ ശ്രുതി, ഇത്രയും ഐറ്റംസ് പോയിട്ട് പൈസ നീ മേടിക്കാത്തത്? ഗൂഗിൾ പേ വന്നിട്ടില്ല. എനിക്ക് ഗൂഗിൾ പേ വന്നിട്ടില്ല. അല്ല, ഇനി നിൻ്റെ ഗൂഗിൾ പേയിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ എൻ്റെ ഗൂഗിൾ പേയിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ EMI ഉണ്ടല്ലോ, അപ്പോൾ EMI വഴി ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കൊടുത്തതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നമ്മളിത് ആദ്യമേ തന്നെ തീരുമാനിച്ചതല്ല ഇങ്ങനെ കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിനോ EMIക്കോ ഒന്നും കൊടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനം എടുത്തല്ലായിരുന്നു ശ്രുതി. പിന്നെ നീ എന്നോട് ചോദിക്കാതെ എന്തിന് നീ ഇത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതിയോട്. ശ്രുതിക്ക് ആദ്യം ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ഏതായാലും ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെ സച്ചിനെയാണ് കേട്ടോ. അങ്ങനെ രേവതി ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നു. സച്ചി ഓട്ടം പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്, ഓട്ടം പോവുകയാണെന്ന്. സച്ചി ഇങ്ങനെ പറയുന്നു, എനിക്ക് ചായ വേണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം സച്ചി രേവതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, എന്തെങ്കിലും എടുക്കാൻ മറന്നോന്ന്. ഹേയ്, ഒന്നും മറന്നില്ല. അല്ല, നീ എന്താ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാനിന്ന് പൂവ് എടുക്കാൻ പോകും. അതെന്നും പോകുന്നതല്ലേ? അല്ല, വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയണം, നീ എവിടെയെങ്കിലും പൂ കെട്ടാൻ പോകുന്നുണ്ടോ? ഓ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതെന്താ നന്നായിട്ട് മനസ്സിലായത്? അതെ, എനിക്കിവിടെ നിന്നെ അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. രാത്രി എത്ര മണിക്ക് തിരികെ എത്തുമെന്ന് നീ പറയണം. ഇന്നലെ പേടിച്ച പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, നീ എപ്പോൾ വരുമെന്ന്.
ദേ ചിരിക്കാതെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയില്ല. ഞാൻ ഇന്നലെ വർഷയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഇന്ന് പോകുമ്പം ഞാൻ ആരോടും പറയില്ല. ആരോടും പറയാതെ പോകും. നിങ്ങൾ എന്നെ അന്വേഷിച്ച് നടക്കുക. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നേ നിങ്ങളുടെ അമ്മയൊന്ന് മനസ്സിലാക്കണം. ഓ, അപ്പം ഇതിന് പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശം നിനക്കുണ്ടായിരുന്നല്ലേ? ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇനിയുണ്ട്. ഇനിയൊരു ഉദ്ദേശവും ഉണ്ട്. എന്താ സച്ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, നിന്റെ മനസ്സിലിരിപ്പ് നടന്നത് തന്നെ. ഇനി നീ പുലരും വരെ വന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കാൻ പോകുന്നില്ല. നടക്കുവോ ഓടുവോ എന്നൊക്കെ നമുക്ക് നോക്കാം. രേവതി, നീ കളിപ്പിക്കരുത് കേട്ടോ. ഇന്നലെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. സച്ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ സച്ചേട്ടാ. ഞാൻ എന്നത്തെ പോലെ തന്നെ പൂവെടുക്കാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ വരും. വേറെ എവിടെയും പോകുന്നില്ല. അതുപോലെ സച്ചേട്ടൻ സമാധാനമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പതുക്കെ വന്നാൽ മതി. മതി എങ്കിൽ ശരി, കുഴപ്പമൊന്നുമില്ല, വളരെയധികം നന്ദി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രേവതീനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ കുറച്ച് റൊമാൻസ് സീനൊക്കെ ആട്ടോ കാണിക്കുന്നത്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ സച്ചിയുടെ കൂട്ടുകാരനില്ലേ ചുള്ളിക്കമ്പ്, ആ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇന്നലെ ഞാൻ പേടിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ചിട്ടില്ലടാ. രേവതിയുടെ പിണക്കമൊക്കെ മാറിയല്ലോ അല്ലേ? പിണക്കോ? അവൾ എന്നോട് പിണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്ത് പിണക്കം? ഞാൻ പറഞ്ഞതൊക്കെ അവൾ എപ്പോഴേ മറന്നു. ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് വെറുതെ സങ്കടപ്പെട്ടതാ. എടാ, നീ ഇന്നലെ എന്തൊരു കരച്ചിലായിരുന്നടാ. ഇങ്ങനെ ആണുങ്ങൾ കരയോ? എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന്. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. നിനക്ക് അവളോടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. അതുകൊണ്ട് എനിക്കറിയാം, ഇനി ഏതായാലും നീ രേവതി ഇല്ലാതെ ജീവിക്കത്തില്ല. പോടാ. ദേ, നീ കൂടുതൽ എന്നെ കളിയാക്കല്ലേ. അല്ല, നീ അവിടെ താമസ സ്ഥലത്തുള്ളവരെയൊക്കെ പരിചയപ്പെട്ടോ? എനിക്ക് പരിചയപ്പെടാൻ അധിക സമയം വല്ലതും വേണോ? നിനക്കറിയാന്നുള്ളതല്ലേ. ഞാൻ എല്ലാവരെയും പരിചയപ്പെടും. അല്ല, ദേ, ഇങ്ങനെ നമ്മളെ സഹായിച്ച് നിന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്തെങ്കിലും സ്ഥിര വരുമാനം കണ്ടെത്തണ്ടേ? അത് നീ കണ്ടെത്ത്. എനിക്കിവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? നീ കണ്ടെത്തണം. നീ വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഞാൻ വരുന്നൊന്നുമില്ല. ഇനി അതിൻ്റെ പേരിൽ നീ നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വെറുതെ എന്തിനാ വഴക്ക് കേൾക്കുന്നത്? അതിപ്പോൾ നീ വന്നില്ലെങ്കിലും വന്നാലും കേൾക്കും. എന്നെ ഈ രേവതിനെ വഴക്ക് പറയാതെ അവർക്ക് ഉറക്കം വരത്തില്ല. പാവൻ രേവതി, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിൽ ജോലി മുഴുവൻ ചെയ്യണം, അതിനിടയിൽ പൂ വിൽക്കാൻ പോകണം. രാവിലെ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലേ നേരാവണ്ണം ഒന്ന് ശ്വാസം വിടുന്നത് രാത്രി 11 മണിക്ക് ശേഷമാണ്. അപ്പം നീ അവളെ നേരാവണ്ണം ശ്വാസം വലിക്കാൻ വിടുവോ? എടാ, ഒന്ന് പോടാ അവിടുന്ന്. അല്ല, ഈ 4 മണിക്കൊക്കെ എണീറ്റ് വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് എന്തിനാടാ? അതെ, 4 മണിക്ക് എണീക്കുന്നതേ മാർക്കറ്റിൽ പൂ മേടിക്കാൻ പോകാനാ. മാർക്കറ്റിൽ പൂ മേടിക്കാൻ പോയിട്ട് അവൾ കച്ചവടം നടത്തും. പിന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ കൂടി അവൾ പൂ മേടിക്കാൻ വേണ്ടി പോകും. അത് മുടക്കില്ല. ഒരു സഹായത്തിന് ആരെങ്കിലും നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. സഹായത്തിന് ഞാനുള്ളപ്പോൾ വേറെ ആരെയാണ് നിർത്തേണ്ടത്? ഞാൻ സഹായിക്കാം. എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ചെന്ന് പൂ മേടിച്ചുകൊണ്ട് വരും. വേണമെങ്കിൽ ഞാൻ തന്നെ പൂ വിൽക്കുകയും ചെയ്യാം. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അത് ശരിയാണ്. മാർക്കറ്റിൽ നിന്ന് പൂ മേടിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. നീ ആ മാർക്കറ്റും ആ പൂ കൊടുക്കുന്ന കടയും കൂടി ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തിത്താ. എടാ, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ. അവൻ്റെ ഒരു പണി. പണിത് ലാസ്റ്റ് നീ കുളമാക്കുവോടാ? എൻ്റെ രേവതിയുടെ പൂക്കച്ചവടം മുടക്കുവോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ പൂവെങ്കിൽ പൂവ, കായെങ്കിൽ കായ. പുതിയൊരു ജോലി തുടങ്ങുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നല്ല കാര്യമല്ലേ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം രേവതിക്കൊരു ഹെൽപ്പിന് പുള്ളിക്കാരനുണ്ടെങ്കിൽ നല്ലതല്ലേ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീരേനെ ശ്രുതിനെയാണ്. അങ്ങനെ നമ്മുടെ മീരയോട് ശ്രുതി കാര്യങ്ങളൊക്കെ പറയുക. 2.5 ലക്ഷം രൂപയുടെ സാധനം അടി കൊണ്ടുപോയത് ഷോറൂമിൽ വന്ന് ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എടി, ഈ 2.5 ലക്ഷം രൂപ നീ ശ്രുതിക്ക് കൊടുക്കണ്ടേ? നീ എങ്ങനെ കൊടുക്കും? മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇനി ക്യാഷ് കൊടുത്ത് തീർക്കണം. എത്ര ക്യാഷ് നീ കൊടുത്തു? ഇപ്പം ജോലി ചെയ്യുന്നത് മുഴുവൻ നീ അവനെ പോറ്റാൻ വേണ്ടിയാണല്ലോ. ഇതെവിടെ ചെന്ന് അവസാനിക്കൂടി? എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഭിക്ഷ രാജിക്കാൻ ഇരുന്ന സ്ഥലത്ത് നീ പോയി ഇരിക്കേണ്ടി വരും. ഇവിടെയും കൊണ്ടൊന്നും അവൻ അവിടെ നിർത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും വരും, ഭീഷണിപ്പെടുത്തും, നീ ക്യാഷ് കൊടുക്കേണ്ടി വരും. പിന്നെ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി വിറ്റ് ക്യാഷ് ആക്കുകയും ചെയ്യും. ഇതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടെത്തിയേ പറ്റൂ. നവീൻദാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞു മീരെ. അവന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ പറഞ്ഞത് ശരിയാ. എന്ത് ചെയ്യാനാ? ഇനിയിപ്പം ഉടനെ നീ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചോണ്ട് പോകുമല്ലോ.
പിന്നെ പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതി കൊടുത്ത് എന്നെ പിടിച്ചോണ്ട് പോകും. നവീൻ ദാസ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നത്. അവനെ എന്ത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് എനിക്ക് പോലീസിനോട് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതേ എൻ്റെ എല്ലാ രഹസ്യങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തേണ്ടി വരും. അറിയാലോ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന്. ഞാൻ വിവാഹിതയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അതൊക്കെ മറച്ചു വെച്ച് ഞാനൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലേ ഒരു ചെറുപ്പക്കാരനെയും കുടുംബത്തെയും ചതിച്ചതിനെ കബളിപ്പിച്ചതിന് എന്നെ പിടിച്ച് അകത്താക്കില്ലേ? അതാ ഉണ്ടാകാൻ പോകുന്നത്. നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ സുധിയും കുടുംബവും പരാതി കൊടുത്താൽ നിന്നെ പിടിച്ചാൽ അകത്തിടും. പക്ഷെ അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ രഹസ്യം ചോരാൻ ഇടയുണ്ടടി. സത്യം സുധിയുടെയും വീട്ടുകാരുടെയും ചെവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവരെന്നെ വെറുതെ വിടില്ല. ഇത്രയും നാൾ ഞാൻ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴും. വെറും ചീട്ടുകൊട്ടാരമായി പോവും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം. അവന് കൊടുക്കേണ്ടത് കൊടുക്കാൻ നല്ലൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എന്ത് പ്ലാനാ ശ്രുതി? അതെ, കൊട്ടേഷൻ, ഒന്നാന്തര നല്ല കൊട്ടേഷൻ. അവൻ പണ്ട് കോമാ സ്റ്റേജിൽ കിടന്നില്ലേ, അതുപോലെ അവൻ കിടക്കണം. അല്ല, നീ അവനെ കൊല്ലുകൂടി? കൊല്ലത്തൊന്നുമില്ല. അവൻ ഇനി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല. അതിനുള്ളത് അവന് ഞാൻ കൊടുത്തിരിക്കും. അവന് എനിക്ക് കൈകാര്യം ചെയ്യണം. അല്ല, നീ ആരെയും ഏൽപ്പിക്കാൻ പോകുന്നത്? ആൻ്റണി ഉണ്ടല്ലോ, ആൻ്റണിയെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു രാത്രി കൊണ്ട് എല്ലാം തീർക്കും. ഇനി ഒരാലോചനയില്ല. ഞാൻ ആൻ്റണിയെ പോയി കാണാൻ പോവാം. അവൻ അവിടെ ഓഫീസിലുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അവനോട് കാര്യം പറയണം. എന്നിട്ട് നവീൻ ദാസിനെ ഇന്നത്തോടുകൂടി അവൻ്റെ കളി ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ ഇതെനിക്ക് ഭീഷണി തന്നെ മോളെ എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ കറികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ഓടി വന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച, ഹായ് രേവതി ചേച്ചി, ഇതെന്താ ഉണ്ടാക്കുന്നത്? ഇതേ വെണ്ടയ്ക്കാക്കറിയാ. നീ കഴിച്ചു നോക്കുന്നുണ്ടോ? ഇച്ചിരി തന്നെ. വാവ്, സൂപ്പറാണ് കേട്ടോ. അല്ല, നീ എവിടെയാ? സ്റ്റുഡിയോയിലേക്ക് പോവുകയാണോ? സ്റ്റുഡിയോയിലേക്കാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കി തരാം. അയ്യോ, രേവതി ചേച്ചി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് രേവതി ചേച്ചിനെ പോലെ ആവണമെന്നുണ്ട്. എന്നിട്ട് എന്താ ആവാത്തത്? അത് നടക്കില്ലല്ലോ. രേവതി ചേച്ചീനെ പോലെ രേവതി ചേച്ചിക്ക് മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ. ആരും എന്തൊക്കെ ചേച്ചിയോട് ആര് പറഞ്ഞാലും ദേഷ്യം കാണിക്കത്തില്ല. അത് ചേച്ചിക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഇന്നലെ തന്നെ മോർണിംഗിൽ ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ചേച്ചിക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യവും ഇല്ല, പിണക്കവും ഇല്ല. ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ദേഷ്യമൊക്കെ അതിൻ്റെ വഴിക്ക് പോയതാ. ഓ, അങ്ങനെയാണോ? അത്ര പെട്ടെന്ന് ദേഷ്യം പോണെങ്കിൽ അത് രേവതി ചേച്ചിനെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പം രേവതി ചേച്ചി ഒരു സംഭവം അല്ലേ? അത് പിന്നെ വർഷേ അല്ല, പാവ സച്ചേട്ടൻ ഒരുപാട് പേടിച്ചു പോയി. ഇന്നലെ ഒരുപാട് എന്നെ അന്വേഷിച്ച് നടന്നു. പിന്നെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് പിന്നെ സാരമില്ല. പാവ സച്ചേട്ടൻ എന്നെ കാണാതെ ഒരുപാട് പരിഭ്രമിച്ചില്ലേ. എന്നെ അന്വേഷിച്ച് പോകാത്ത സ്ഥലമില്ല. അത് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തിനാ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോയി, റെയിൽവേ സ്റ്റേഷനിൽ പോയി, അങ്ങനെ എല്ലായിടത്തും പോയി. എൻ്റെ പൊന്നു ചേച്ചി വല്ലാത്ത സോഫ്റ്റായ ക്യാരക്ടറാട്ടോ. ഹസ്ബൻഡും വൈഫും വഴക്കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഭർത്താവ് എന്തെങ്കിലും മനസ്സിൽ തട്ടുന്നത് പറഞ്ഞാൽ ഭാര്യമാർ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കില്ലേ? പക്ഷെ ചേച്ചി സ്വന്തം വീട്ടിലേക്ക് പോലും പോകത്തില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ വർഷേ, ഇപ്പം ശ്രീകാന്ത് നിന്നോട് വഴക്കുണ്ടാക്കിയെന്നിരിക്കട്ടെ, നിന്റെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും പറഞ്ഞിരിക്കട്ടെ, നീ ഇവിടുന്ന് ശ്രീകാന്തിനെ ഇട്ടിട്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുമോ? ഒരു ദിവസമൊക്കെ പോയി നിൽക്കും, പക്ഷെ സ്ഥിരമായിട്ടൊന്നും എനിക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ല ചേച്ചി. അത് മാത്രമേ ഉള്ളൂ. അതാ എനിക്കും പറ്റാത്തത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീകാന്ത് എന്നോട് പെരുമാറുന്നത് പോലെ അല്ലല്ലോ സച്ചേട്ടൻ രേവതി ചേച്ചിയോട് പെരുമാറുന്നത്. ആര് പറഞ്ഞു ശ്രീകാന്ത് പെരുമാറുന്നത് പോലെ അല്ലെന്ന്? അതെ, സച്ചേട്ടന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, ശരിയൊക്കെയാണ്. പക്ഷേ സ്നേഹമുള്ള മനസ്സ് തന്നെയാണ് സച്ചേട്ടൻ്റെ. പാവ സച്ചേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഞാനില്ലാതെ സച്ചേട്ടന് പറ്റില്ല എന്നും എനിക്കറിയാം. പിന്നെ ഞാൻ സച്ചേട്ടനെ വട്ടാക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നതും ചെയ്യുന്നതൊക്കെ അല്ലേ. പിന്നെ ഇന്നലെ ഞാൻ ചെയ്തത് മനഃപൂർവ്വമല്ല കേട്ടോ. അത് നിന്നോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയത്. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ. അല്ല, നിനക്ക് പോകാറായില്ലേ? ഇപ്പം തന്നെ ഭക്ഷണം എടുത്ത് വെക്കാമേ എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയാൻ കേട്ടോ വർഷയോട്. ഏതായാലും വർഷയ്ക്ക് രേവതിനെ ഭയങ്കര ഇഷ്ടമാണ്. അവർ തമ്മിലുള്ള സംസാരവും ഒരു രസമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. രേവതിനെ കെട്ടിപ്പിടിക്കുന്നു, രേവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു, ഒരു ചേച്ചിയെ പോലെ തന്നെ പെരുമാറുന്നു. ഇതൊന്നും ചന്ദ്രയ്ക്ക് പിടിക്കുന്നില്ല. ചന്ദ്രയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ചൊറിഞ്ഞു കയറുകയാണ്. മാത്രമല്ല ചന്ദ്രയ്ക്ക് ഒരു സമാധാനമില്ല. അതിനിടയിൽ നമ്മുടെ വർഷ
രേവതിയോട് പറയുകയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, രേവതി ചേച്ചിയെ ഇങ്ങനെ അമ്മ പറയുന്ന ജോലിയൊക്കെ ആൻറ്റി പറയുന്ന ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഞാനാണ് ചെയ്യില്ല കേട്ടോ. ഞാനാണെങ്കിൽ നല്ലത് തിരിച്ചു പറയും, നല്ലതെന്ന് പറഞ്ഞാൽ നല്ലത് തിരിച്ചു പറയും. അല്ല എൻ്റെ സ്ഥാനത്താണെങ്കിൽ നീ എന്ത് ചെയ്തേനെ? എൻ്റെ രേവതി ചേച്ചിയുടെ സ്ഥാനത്താണെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല സൂത്രപ്പണികളുണ്ട്. മാത്രമല്ല എന്നോട് ശ്രീകാന്ത് വല്ലതും പറഞ്ഞു വന്നാലേ ഞാൻ അവനിട്ട് കൊടുക്കും. പിന്നെ എന്നോട് ഇപ്പം രേവതി ചേച്ചിയോട് ആൻറ്റി പെരുമാറുന്നില്ലേ, അതുപോലെ എന്നോട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ഇവിടെ ഒന്നും നിൽക്കത്തൊന്നുമില്ല. മാത്രമല്ല ഞാൻ ഈ ചട്ടുകം പഴുപ്പിച്ച് കയ്യിലങ്ങ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ചന്ദ്ര കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ചന്ദ്രയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയായിപ്പോയി. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. മാത്രമല്ല നമ്മുടെ വർഷ പറയുകയും ചെയ്തു, രേവതി ചേച്ചി ഇനി ഇവിടെ പണി ചെയ്ത് ബുദ്ധിമുട്ടുമൊന്നും വേണ്ട, രേവതി ചേച്ചിയുടെ പണി നോക്കിയാൽ പോരെ, ബാക്കിയുള്ളവരും കൂടി പണി ചെയ്യട്ടേന്നേ. രേവതി ചേച്ചി മാത്രം എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? രാവിലെ 4 മണിക്ക് എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, എന്നിട്ട് പൂ കച്ചവടത്തിന് പോകുന്നു, പിന്നെയും തിരിച്ചു വരുന്നു, അടുക്കളയിൽ കയറുന്നു, പണിയുന്നു. എന്താ രേവതി ചേച്ചി ഇത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രേവതി ചേച്ചി ഇനി മുതൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. രേവതി ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയണം. പിന്നെ ചെയ്യാൻ പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നോർത്തിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇപ്പം ആൻറ്റി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ രേവതി ചേച്ചിക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയണം. ഞാനാണെങ്കിൽ മുഖത്ത് നോക്കി പറയും. ഏതായാലും ഇത് കേട്ടോണ്ട് ചന്ദ്ര, എടി വർഷേ, അപ്പം നീ എനിക്കിട്ട് പണിയോ അല്ലേടി, എല്ലാം കൂടെ ചേർന്ന് എൻ്റെ അമ്മക്കിട്ട് കയറാൻ വേണ്ടി നിൽക്കല്ലേടി എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര പേടിച്ച് വരച്ച് നിൽക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാമേ. പിന്നെ ശബ്ദത്തിനൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് അറിയാം, നമ്മൾ മൈക്ക് കുത്താതെ ആട്ടോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.